ദീനാസ് ക്രിയേറ്റീവ് സ്പേസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അറ്റോമിക നമ്പറും മാസ് നമ്പറും എന്താണെന്ന് പഠിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഒരു നോട്ട്ബുക്കും പേനയും കൂടി എടുക്കണം കേട്ടോ. ടീച്ചർ പറയുന്ന ഒപ്പം വരച്ചു നോക്കണേ. അപ്പൊ നമുക്ക് അറ്റോമിക നമ്പർ എന്താണെന്ന് പഠിക്കാം. നമ്മൾ മുമ്പ് പഠിച്ചല്ലോ, ഒരു ആറ്റത്തില് 3 കണങ്ങൾ ഉണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെയാ 3 കണങ്ങള്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. അതില് പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിനുള്ളിലല്ലേ? അപ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ഫിഗറാണ് വരച്ചിട്ടുള്ളത്. ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ. അതിൽ എത്ര പ്രോട്ടോണും എത്ര ന്യൂട്രോണും ഉണ്ട്? അത് റഫ് നോട്ട് എടുത്ത ഒപ്പം വരയ്ക്കുക കേട്ടോ. അതിൽ 6 പ്രോട്ടോണും 6 ന്യൂട്രോണും ഉണ്ട്. അതില് പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് Z എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. അറ്റോമിക നമ്പർ സമം പ്രോട്ടോണുകളുടെ എണ്ണം. ഇനി ഈ പ്രോട്ടോണുകളുടെ പ്രത്യേകത നമ്മൾ എന്താന്നാ പഠിച്ചത്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോണിനാണെങ്കിൽ ചാർജ് ഇല്ല. ഇനി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 14 ഒരു ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്ന കണ്ടോ? വാട്ട് ആർ ദി പാർട്ടിക്കിൾസ് ഇൻ ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം? ഒരാറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങൾ ഏതെല്ലാമാണെന്ന്. ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങൾ ഏതെല്ലാമാണ്? നമുക്കറിയാലോ, പ്രോട്ടോണും ന്യൂട്രോണും. ഇനി ഇലക്ട്രോണിന്റെ സ്ഥാനം എവിടെയാ? ഒന്ന് ഓർത്തു നോക്കിക്കേ, ന്യൂക്ലിയസിന്റെ പുറത്ത്. ഇപ്പൊ അറ്റോമിക നമ്പർ എന്താണെന്ന് നന്നായിട്ട് മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തതായി മാസ് നമ്പർ പഠിക്കാം. ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങൾ ഏതൊക്കെയാണെന്ന് ഇപ്പൊ നമുക്ക് നന്നായിട്ട് അറിയാലോ, പ്രോട്ടോണും ന്യൂട്രോണും. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പറിനെ നമുക്ക് A എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ഇനി ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത് നോക്കിക്കേ. 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസും ഉള്ള ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ എത്രയാണെന്ന്. നോട്ട്ബുക്കും പേനയൊക്കെ ഇല്ലേ കയ്യില്? ഒന്ന് എഴുതി നോക്കിക്കേ. 2 ന്യൂട്രോൺസും 2 പ്രോട്ടോൺസും, അതായത് ന്യൂക്ലിയസിലല്ലേ 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസും ഉള്ളത്. അപ്പൊ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്നാ പറഞ്ഞത്? പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും ആകെ എണ്ണം. അപ്പൊ ഇവിടെ എത്രയായിരിക്കും മാസ് നമ്പർ? മാസ് നമ്പർ 4 ആയിരിക്കും. മാസ് നമ്പർ 4 ആയിട്ടുള്ള ഒരു ആറ്റമാണ് ഹീലിയം. അപ്പൊ നമുക്ക് ഹീലിയത്തിന്റെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒന്ന് വരച്ചു നോക്കാം. ഇനി അടുത്തതായി പ്രോട്ടോണുകളുടെ എണ്ണവും മാസ് നമ്പറും നമുക്ക് തന്നാല് ന്യൂട്രോൺ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ന്യൂട്രോണുകളുടെ എണ്ണം സമം മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം. നമ്മൾ ഹീലിയം ആറ്റത്തിന്റെ മാസ് നമ്പർ എത്രയാ കണ്ടത്? 4 എന്ന് കണ്ടില്ലേ? ഹീലിയം ആറ്റത്തില് പ്രോട്ടോണിന്റെ എണ്ണം 2, ന്യൂട്രോണിന്റെ എണ്ണവും 2 ആണ്. അങ്ങനെയല്ലേ നമുക്ക് മാസ് നമ്പർ 4 എന്ന് കിട്ടിയത്? അപ്പൊ നമുക്കിവിടെ ന്യൂട്രോണിന്റെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ മാസ് നമ്പർ 4-ൽ നിന്ന് പ്രോട്ടോണിന്റെ എണ്ണം മൈനസ് ചെയ്താൽ മതി. പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ്? 2 അല്ലേ? അപ്പൊ 4-ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ നമുക്ക് ന്യൂട്രോൺ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഇതൊക്കെ നമുക്ക് ഒപ്പം നോട്ട്ബുക്കിൽ എഴുതി ചെയ്താലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓരോന്നും ടീച്ചർ പറയുമ്പോൾ ആ ഇക്വേഷൻ എഴുതിയിട്ട് ടീച്ചർ പറയുന്ന എക്സാമ്പിൾ എല്ലാം ഒപ്പം എഴുതി നോക്കുക. അപ്പൊ നമുക്ക് നന്നായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ആറ്റത്തിനെയും നമ്മൾ അതിന്റെ പ്രതീകങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 2 ആറ്റത്തിന്റെ പ്രതീകങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ ആറ്റോമിക് നമ്പറും അതുപോലെ തന്നെ മാസ് നമ്പറും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആ 2 ആറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഒന്ന് ക്ലോറിനും പിന്നെ ഒന്ന് കാൽസ്യവും. ക്ലോറിൻ അറ്റോമിക നമ്പർ 17, മാസ് നമ്പർ 35. മാസ് നമ്പർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും തമ്മിലുള്ള ആകെ തുകയാണ് മാസ് നമ്പർ. അപ്പൊ നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണക്കാക്കിയെടുക്കാം? നമുക്കറിയാലോ, അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമാണ്. ഇവിടെ നമുക്ക് എങ്ങനെ ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ സാധിക്കും? അതായത് ന്യൂട്രോണുകളുടെ എണ്ണം സമം മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. ഇവിടെ മാസ് നമ്പർ 35 അല്ലേ?
അറ്റോമിക് നമ്പർ 17. അപ്പോൾ 35-ൽ നിന്ന് 17 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 18 എന്ന് കിട്ടും. ഈ 18 ആണ് ന്യൂട്രോണുകളുടെ എണ്ണം. അടുത്തത് കാൽസ്യം. കാൽസ്യം മാസ് നമ്പർ 40-ഉം അറ്റോമിക നമ്പർ 20-ഉമാണ്. പ്രോട്ടോണിന്റെ എണ്ണം കാണാൻ എളുപ്പമല്ലേ? അതായത് പ്രോട്ടോണിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ അറ്റോമിക നമ്പർ തന്നെയാണ് പ്രോട്ടോണിന്റെ എണ്ണം. അപ്പൊ കാൽസ്യത്തില് എത്ര പ്രോട്ടോൺ ഉണ്ട്? കാൽസ്യത്തില് 20 പ്രോട്ടോൺ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? അതായത് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറച്ചാൽ നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും. ഇവിടെ മാസ് നമ്പർ 40-ഉം അറ്റോമിക നമ്പർ 20-ഉമാണ്. അപ്പോൾ 40 മൈനസ് 20 സമം 20. ന്യൂട്രോണിന്റെ എണ്ണം 20 ആയിരിക്കും. ഇനിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത് നന്നായിട്ടൊന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ.